അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെടുന്നതത്രേ എന്ന് ഞാൻ പറയുന്നു. മതി. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒരു വിശ്വാസിയുടെ 4 തരത്തിലുള്ള ഡെസിഗ്നേഷനെ കുറിച്ച്, അവസ്ഥകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ 4 ഡെസിഗ്നേഷൻ, 4 പറയുന്നില്ലേ അല്ലേ? 1 അവകാശി, 2 യജമാനൻ, 3 ശിശു, 4 ദാസൻ അല്ലേ? ഒരാളെ കുറിച്ചാണ് ഇത് പറയുന്നത്. 1 അവകാശി, 2 യജമാനൻ, 3 ശിശു, 4 ദാസൻ. അവകാശിയാണെന്നിരിക്കലും അതിൻ്റെ ഇടയിലെല്ലാം അങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശിയാണ്, അതിൻ്റെ ഇടയിലെ 2 കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശി എന്ന് പറഞ്ഞാൽ ആരാ അവകാശി? അവകാശം എന്ന് പറയുന്ന വാക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? അതെൻ്റെ അവകാശമാണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? മാതാപിതാക്കളോട് പറയാറുണ്ട്, എനിക്ക് വേണ്ടി അല്ലേ? ഒരു പുത്രൻ തൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്ക് വരേണ്ടുന്ന സ്വത്ത് നീ എനിക്ക്, അത് അവൻ്റെ അവകാശം നാം വിചാരിച്ചിരുന്നു അല്ലേ? എനിക്ക് വരേണ്ടിയിരുന്ന സ്വത്ത് എനിക്ക് തരണം. മാതാപിതാക്കളുടെ സ്വത്തിൻ്റെ അവകാശി ആരാണ്? മക്കളാണ്. അപ്പൊ മക്കൾക്ക് അവകാശമുള്ളത് അന്യന്റെ സ്വത്തിന്മേൽ അവകാശമില്ല. ആരുടെ സ്വത്തിന്മേൽ അവകാശമുള്ളൂ? അപ്പന്റെ സ്വത്തിന്മേലെ അവകാശമുള്ളൂ. അപ്പൊ അപ്പന്റെ സ്വത്തിന്മേൽ ആർക്ക് അവകാശമുണ്ട്? മക്കൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൻ ഉണ്ടാക്കിയതിനെല്ലാം ആർക്ക് അവകാശമുണ്ട്? മകൻ അവകാശമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ പറ. അപ്പന്റെ സ്വത്തിന് ആർക്ക് അവകാശമുണ്ട്? മക്കൾക്ക് അവകാശമുണ്ട്. മക്കളെങ്കിലോ അവകാശികളത്ര. പലപ്പോഴും ഈ അവകാശിയെ പോലെ അല്ല നാം പെരുമാറുന്നതും ജീവിക്കുന്നതും. ആരെ പോലെയാ? ദാസനെ പോലെയാണ് ഒരു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതം ജീവിച്ചു തീർക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവകാശി യജമാനനാണെങ്കിലും, അവകാശം ഈക്വൽ ടു യജമാനൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അവകാശി സർവത്തിനും യജമാനനാണെങ്കിലും അവൻ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അതായത് അവകാശി ഈ സകല അവന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവൻ അതിൽ നിന്നൊന്നും എടുക്കാനുള്ള അവകാശം ഇല്ലെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകം ഉണ്ടാക്കിയതാരാ? അപ്പൻ. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയതാരാ? അപ്പൻ. ഇതെല്ലാം അപ്പൻ ഉണ്ടാക്കിയതാണെങ്കിലും അപ്പന്റെ സൃഷ്ടിയാണെങ്കിലും ഇതിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ കഴിയാത്ത, സ്വാതന്ത്ര്യത്തോടെ അധികാരം ചെയ്യാൻ കഴിയാത്ത കേവലം ദാസന്മാരായി ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്നതിന്റെ കാരണം we are still kids. നമ്മളെന്താണ്? ഇപ്പോഴും ശിശുക്കളാണ്, ആത്മാവിൽ ശിശുക്കളാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവി എന്ന്. അതാ മകന്റെ അവകാശം. അപ്പന്റെ സ്വത്തിന്മേൽ വാഴുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പന്റെ സ്വത്തിന്മേൽ അധികാരം നടത്തുക എന്നുള്ളതാ മകന്റെ അവകാശം. അപ്പൻ സൃഷ്ടിച്ച സകല സ്വത്തിന്മേലും ആർക്ക് അവകാശവും അധികാരവുമുണ്ട്? മക്കൾക്ക് അധികാരമുണ്ട്. അപ്പോ ഭൂമിയിലെ സകല സൃഷ്ടിയുടെ മേലും വാഴുവാനും എന്നിട്ട് ദൈവം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും
അതിനെ കാപ്പാനും അവിടെയാക്കി. ഈ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വാക്കുകൾക്കൊക്കെ ഒരുപാട് ആത്മീയ അർത്ഥങ്ങളുണ്ട്. എങ്കിലും അത് പറയാനല്ല ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുക, വേല ചെയ്യുവാനും കാപ്പാനും അവനെ അതിൽ ആക്കി. ഭൂമിയെ റൂൾ ചെയ്യുവാനും ഭൂമിയെ വാഴുവാനും ഏദൻ തോട്ടത്തെ, ഒന്ന് ശ്രദ്ധിക്കണേ, ഭൂമിയുടെ മേൽ വാഴുവാനും ഏദൻ തോട്ടത്തെ കാപ്പാനും അതിൽ വേല ചെയ്യുവാനും മനുഷ്യരെയാക്കി. സ്പിരിച്വലി എടുക്കണേ, മാനുഷികമായി എടുക്കരുത്, സ്പിരിച്വലി എടുക്കണേ. ഏദൻ തോട്ടം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? സഭ. സഭ തോട്ടം എന്ന് പറയുന്നത് സഭ. മനുഷ്യനെ ദൈവം, മക്കളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ? തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടത്തെ കാപ്പാനും അതോടൊപ്പം ലോകത്തിന്റെ മേൽ വാഴുവാനും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൻ സൃഷ്ടിച്ച സകല സൃഷ്ടിയുടെ മേലും വാഴുവാനും. യേശു അങ്ങനെയായിരുന്നു. ശിഷ്യന്മാർ ചോദിച്ചിട്ടില്ലേ, ഓ പ്രകൃതി പോലും നിന്നെ അനുസരിക്കുന്നു. മക്കൾ അങ്ങനെ, മകൻ അങ്ങനെയാ, ശിശു അങ്ങനല്ല. ശിശുവിന് അധികാരമില്ല. എന്നാൽ പുത്രനോ അതിന് അധികാരമുണ്ട്. പുത്രൻ മൂലം അവകാശം കിട്ടിയ നമുക്കോ അതിന് അധികാരമുണ്ട്. ലോകത്തെ സകലത്തിന്റെ മേൽ വാഴുവാനും സഭയിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ലോകത്തിൽ അടിമപ്പണി ചെയ്യുവാനും സഭയെ ഭരിക്കുവാനുമാണ് ആളുകൾക്ക് താല്പര്യം. മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിൽ വാഴുവാനും സഭയെ കാപ്പാനും സഭയിൽ വേല ചെയ്യുവാനുമാണ് തൻ്റെ മക്കളോട് ദൈവം പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ വിശ്വാസ സമൂഹം ലോകത്തിൽ അടിമപ്പണി ചെയ്യുവാനും ലോകത്തിന്റെ അടിമയായി മാറുവാനും സഭയെ ഭരിക്കുവാനും താല്പര്യപ്പെടുന്നു. ലോകത്തിന്റെ അടിമയുടെ താല്പര്യം സഭയുടെ മേൽ കൺട്രോൾ നടത്തണമെന്ന. എന്ന ദൈവത്തിന്റെ മക്കൾ അങ്ങനെയല്ല. തോട്ടം കാക്കുകയും തോട്ടത്തിൽ വേല ചെയ്യുകയും ലോകത്തെ ഭരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ മക്കൾ തോട്ടത്തിൽ വേല ചെയ്യുകയും തോട്ടം കാക്കുകയും ലോകത്തെ ഭരിക്കുകയും ചെയ്യും. അപ്പനുണ്ടാക്കിയിരിക്കുന്ന ഒന്നും നിങ്ങൾക്ക് കീഴടങ്ങാതെ പോകില്ല. സ്വർഗത്തിലെ അപ്പൻ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതൊന്നും നിങ്ങളുടെ മുമ്പാകെ കീഴടങ്ങാതെ പോകുകയില്ല. ശിശുവല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച് അവകാശം പ്രാപിച്ചവരായതാ. പലപ്പോഴും സഭയിൽ ശിശുവായിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ശിശുവായിരിക്കുന്നത് കൊണ്ടാണ് ലോകത്തിലെ പലതും നമുക്ക് കീഴ്പ്പെടാതെ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സഭയ്ക്ക് പുറത്തുള്ള പലതും നമുക്ക് കീഴ്പ്പെടാതെ, ഞാൻ അടക്കമുള്ള വിശ്വാസ സമൂഹത്തിന് കീഴ്പ്പെടാതെ വരുന്നതിന് കാരണം ഞാനും നിങ്ങളും വല്ല ശിശുക്കളായി മാറുന്നത് കൊണ്ടാണ്. രോഗം എന്തേ നമുക്ക് കീഴ്പ്പെടുന്നില്ല, ശത്രു എന്തേ നിനക്ക് കീഴ്പ്പെടുന്നില്ല, പിശാച് എന്തേ നിനക്ക് കീഴ്പ്പെടുന്നില്ല, പ്രകൃതി ശക്തികൾ എന്തേ നമുക്ക് കീഴ്പ്പെടുന്നില്ല. ഹല്ലേലൂയ. ശത്രുവിന്റെ തന്ത്രങ്ങൾ എന്തേ നമുക്ക് കീഴ്പ്പെടുന്നില്ല. അധികാരം എടുക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ എന്തായി മാറിയിരിക്കുക? ശിശുവിനേക്കാൾ ഒട്ടും മേന്മയുള്ളവനല്ല, ദാസനെ പോലെയായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വേദപുസ്തകം പറയും. എന്തുകൊണ്ട് ദാസനായി മാറുന്നു? എന്തുകൊണ്ട് ദാസ്യത്തിന്റെ ആത്മാവ്? അതിന് ഉദാഹരണമായിട്ട് ഗലാത്യ ലേഖനം 4-ാം അധ്യായം തന്നെ പൗലോസ് എഴുതിയിരിക്കുക, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. വാഗ്ദത്തപ്രകാരം ജനിച്ചവരുമുണ്ട്, ജഡപ്രകാരം ജനിച്ചവരുമുണ്ട്. ഒരേ വ്യക്തിയെ തന്നെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുവാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്നോട് പറയുവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, രണ്ടാമൻ സ്വതന്ത്ര പ്രസവിച്ചവൻ. ദാസി പ്രസവിച്ചവൻ ഇന്നും അടിമത്വത്തിലിരിക്കുന്നു. മീതെയുള്ള യെരൂശലേമോ, വായിക്ക ഭാഗം, മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. 2 നിയമങ്ങൾ, 2 നിയമങ്ങൾ. ഒന്ന് ജഡത്തിന്റെ നിയമവും, 2 മീതെയുള്ള യെരൂശലേമിന്റെ നിയമവും. ജഡത്തിന്റെ നിയമം എപ്പോഴും ഒരു മനുഷ്യനെ ദാസ്യത്വത്തിന്റെ ആത്മാവിലേക്ക് കടത്തിവിടുന്നു. അവൻ പുത്രനെങ്കിലും, ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, പുറത്തുള്ളവരെ കുറിച്ചല്ല പറയുന്നത്. അവൻ പുത്രനെങ്കിലും പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം കേപ്പബിൾ ആകാതെ ദൈവം ചിലതിന്റെ കീഴിൽ അടച്ചു വച്ചിരിക്കുക. ദൈവം നിശ്ചയിച്ച സമയത്തോളം അടച്ചു വച്ചിരിക്കുന്നു.
കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അതായത് അടിമ നുകത്തിൻ കീഴിലാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഹാഗാർ എന്തിനെ കാണിക്കുന്നു? അടിമത്വത്തെ കാണിക്കുന്നു. ഹാഗാറിന്റെ സന്തതി എന്തിനെ കാണിക്കുന്നു? അടിമത്വത്തെ കാണിക്കുന്നു. ആ ഹാഗാറിന്റെ സന്തതിയുടെ കീഴിൽ നിൽക്കുന്നവനെല്ലാം അടിമ നുകത്തിന് കീഴിലുള്ളവനും ദാസി പ്രസവിച്ചവനുമാണ്. നാം ആരാ? ദാസി പ്രസവിച്ചവരല്ല, സ്വതന്ത്ര പ്രസവിച്ച വാഗ്ദത്തത്തിന്റെ അവകാശികളാണ് നാം. അപ്പന്റെ മക്കളാണ് നാം. ഇവിടെ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിച്ച സകല വസ്തുക്കളുടെ മേലും അധികാരം തുറക്കട്ടെന്ന് പറയുമ്പോൾ തുറക്കണം, മാറട്ടെന്ന് പറയുമ്പോൾ മാറണം, ഓടട്ടെന്ന് പറയുമ്പോൾ ഓടണം. ഹല്ലേലൂയ. നിക്കട്ടെന്ന് പറയുമ്പോൾ നിക്കണം. അങ്ങനെയാ ദൈവത്തിന്റെ മക്കൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. 3 ദിവസം 3 ആണ്ടും അല്ലെ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. മഴ പെയ്യരുതെന്ന് പറഞ്ഞപ്പോ മഴ പെയ്തില്ല. കൽപ്പിച്ചു പെയ്യരുതെന്ന്, പെയ്തില്ല. പെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചു, പെയ്തു. മനസ്സിലാകുന്നുണ്ടോ? യേശു പറഞ്ഞു ഹല്ലേലൂയ, കാറ്റേ അടങ്ങ്, കടലേ അടങ്ങ്. കാറ്റും കടലും പോലും അവനെ അനുസരിക്കുന്നവര്. മക്കളുടെ പ്രത്യേകതയാണ്. മനസ്സിലാകുന്നുണ്ടോ? മക്കളുടെ പ്രത്യേകതയാ. മക്കൾക്ക് ഈ ലോകത്തിലെ തടസ്സങ്ങളൊന്നും ഒരു തടസ്സമല്ല. ശിശുക്കൾക്കെല്ലാം തടസ്സങ്ങളാണ്, ദാസന്മാർക്കെല്ലാം തടസ്സങ്ങളാണ്. കാര്യം അപ്രൂവൽ കിട്ടാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് സ്വതന്ത്രയുടെ ആത്മാവിനെ പ്രാപിക്കണം. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രയുടെ ആത്മാവിനെ പ്രാപിക്കണം, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ. സഭയിൽ വേല ചെയ്യുവാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടത്തെ കാപ്പാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ തോട്ടത്തിൽ വേല ചെയ്യുന്നവനും തോട്ടത്തെ കാക്കുന്നവനും ലോകത്തെ ഭരിക്കും. തോട്ടത്തിൽ ദൈവത്തിന് പ്രിയമുള്ള രീതിയിൽ ജോലി ചെയ്യുന്നവനും തോട്ടം ദൈവം പറഞ്ഞ രീതിയിൽ കാക്കുന്നവനും തോട്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവനും ലോകം ഭരിക്കും. അവന്റെ വാക്കിന് ഈ ലോകശക്തികൾ എതിർത്തു നിൽക്കയില്ല. വിശ്വസിക്കുന്നുണ്ടോ? തോട്ടത്തോടുള്ള മനോഭാവമാണ് ലോകത്തെ ഭരിക്കുന്നതിന് ആധാരം. തോട്ടത്തിൽ നീ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാ ലോകത്തെ ഭരിക്കുന്നതിന് ആധാരം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ മതിലുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര, നീ തോട്ടത്തിൽ വിശ്വസ്തനല്ല. നിന്റെ മുമ്പിൽ എരിഹു ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരി, നീ തോട്ടത്തിൽ വിശ്വസ്തനല്ല. നീ പറയുമ്പോൾ ഹല്ലേലൂയ യോർദാൻ പിൻവാങ്ങി പോകുന്നില്ലെങ്കിൽ, നീ പുതപ്പടിക്കുമ്പോൾ യോർദാൻ 2ആയി മാറുന്നില്ലെങ്കിൽ നീ തോട്ടത്തിൽ വിശ്വസ്തനല്ല. ഹല്ലേലൂയ. നീ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നിന്റെ പ്രതികൂലങ്ങളുടെ മേൽ നീ കൽപ്പിക്കുമ്പോൾ അത് മാറിപ്പോകുന്നില്ലെങ്കിൽ നീ തോട്ടത്തിൽ വിശ്വസ്തനല്ല. നീ തോട്ടം കാക്കുന്നില്ല. നീ തോട്ടത്തിന് വേണ്ടി നിന്നെ സമർപ്പിച്ചിട്ടില്ല. തോട്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവന്റെ മുമ്പിൽ ജോഷുവ തോട്ടത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ്. ജോഷുവയുടെ മുമ്പാകെ ഒന്നും തടസ്സമായി നിന്നില്ല. ആമേൻ, ആമേൻ. ഏലിയാവ് തോട്ടത്തിന് വേണ്ടി നിന്നവനാ. ഏലിയാവിന്റെ മുമ്പിൽ തടസ്സങ്ങളില്ലായിരുന്നു. ഏലീശ തോട്ടത്തിന് വേണ്ടി നിന്നവനാ. ഏലീശയുടെ മുമ്പിൽ തടസ്സങ്ങളില്ലായിരുന്നു. നീ തോട്ടത്തിന് വേണ്ടി നിന്നാൽ ഹല്ലേലൂയ, തോട്ടത്തിന് വേണ്ടി ആർ സമർപ്പിക്കുന്നോ അവരുടെ മുമ്പിൽ വഴികൾ തുറന്നു വരും. ഇല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ച അവധിയോളം എന്ന് നീ വളർന്നു വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്ന് നീ വളർന്നു വരുന്നോ, വളർച്ച എത്താതെ അവകാശിയായി മാറത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? വളർച്ച എത്താതെ അവകാശിയായി മാറില്ല. ഏതൊരു പുരുഷൻ, ഇന്ത്യൻ പീനൽ കോഡ് നോക്കിയാലും ലോകത്തിന്റെ ഏത് സ്ഥലം നോക്കിയാലും ഒരു പ്രായപരിധി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അവകാശം നേടിയെടുക്കാൻ, അല്ലെ? പ്രായപരിധി ഇല്ലാണ്ട് ആരും അവകാശിയായി മാറുന്നില്ല. ഇവിടെ വർഷങ്ങളുടെയോ കാലങ്ങളുടെയോ കണക്കാണ് നമ്മുടെ ശിശുത്വം മാറുന്നതെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ കാലം വെച്ച് നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും പാലത്ര കുടിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? വർഷം വെച്ച് നോക്കിയാ അപ്പച്ചന്മാരും അമ്മച്ചിമാരും എന്റെ മുമ്പിൽ ഇരിക്കുന്നതല്ല. പക്ഷെ ഇപ്പോഴും എന്താണെന്നറിയാമോ? പാലത്ര കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പാകെ യാതൊന്നും മാറിപ്പോകത്തില്ല. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ കപ്പാസിറ്റി അറിയാം, അല്ലെ? അവനെ ഒരു അപ്പനും ഒരു പ്രതികൂലത്തിന് അടുത്തേക്ക് പറഞ്ഞു വിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നും ഒരു ബൗണ്ടറിക്ക് ചുറ്റും കറങ്ങാനെ. ഡേ കെയറിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്തില്? ഡേ കെയറിൽ കുഞ്ഞുങ്ങളെ വിട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്തില്? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി, കൈപൊക്കുന്നത്. ഡേ കെയറിൽ കുഞ്ഞുങ്ങളെ വിട്ടിട്ടുള്ളവര് ഉണ്ട്. ഈ ഡേ കെയറിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾ ഡേ കെയറിലേക്ക് കുഞ്ഞുങ്ങളെ വിളിക്കാൻ ചെല്ലുന്ന സമയമുണ്ട്, അറിയാമോ? ആ ഡേ കെയറിനകത്തിൽ കളിക്കുന്ന ടോയ്സ് ഉണ്ടാവും,
ഡേ കെയറിൽ ഫുഡ് ഉണ്ടാകും, ചോക്ലേറ്റ്സ് ഉണ്ടാകും, ഈ സംഭവങ്ങളെല്ലാം ഡേ കെയറിൽ ഉണ്ടാകും. പക്ഷെ അവിടെ എന്തില്ലെന്നറിയാമോ? സ്വാതന്ത്ര്യമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും ചെയ്യാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവന് സ്വാതന്ത്ര്യമില്ല. അവനെക്കുറിച്ച് വേദവസം പറയുന്നത് അവൻ സ്വതന്ത്രയുടെ പുത്രനല്ല. അവൻ സ്വതന്ത്രയുടെ പുത്രനല്ല, അവൻ ഇപ്പോഴും അടിമത്തത്തിൽ ഇരിക്കുന്നവനാണ്. ഇനി നിങ്ങൾ ഈ കുഞ്ഞിനെ വിളിക്കാൻ ചെല്ലുന്ന സമയം ഒന്ന് ആലോചിച്ചു. അപ്പനോ അമ്മയോ ഈ കുഞ്ഞിനെ ഡേ കെയറിൽ നിന്ന് വിളിക്കാൻ ചെല്ലുന്ന സമയം, അല്ലെങ്കിൽ LKG സ്കൂളിൽ നിന്ന് വിളിക്കാൻ ചെല്ലുന്ന സമയം, ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കും. എന്നെ പിടിച്ചിട്ടുണ്ട്. അതും ഞാൻ 3 വയസ്സുള്ളപ്പോ അവനെ ഡേ കെയറിൽ വിട്ടപ്പോ, ഡേ കെയർ കഴിയുമ്പോ അവൻ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, കരച്ചിലൊന്നുമില്ല, കണ്ണിന്ന് 2 തുള്ളി കണ്ണുനീര് വീഴുന്ന കാണാം. കണ്ണീന്ന് 2 തുള്ളി കണ്ണുനീര്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? അടിമത്തത്തിലിരിക്കുന്നവനല്ല നമ്മൾ. അടിമത്തത്തിലിരിക്കുന്നവരല്ല നമ്മൾ. അപ്പന്റെ മാറോട് ചേർന്ന് അവകാശത്തിലിരിക്കുന്നവരാ. സാധാരണ ആളുകളെ പോലെ അടിമത്തത്തിലിരിക്കുന്നവരല്ല നാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തോട്ടത്തെ കാപ്പാൻ ചില അധികാരങ്ങൾ കൈമാറും ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ തോട്ടത്തിൽ വേല ചെയ്യുവാൻ ചില അധികാരം കൈമാറും. ഹല്ലേലൂയ. തോട്ടത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അവകാശത്തിലേക്ക് കടത്തിവിടും. ഭൂമിയുടെ മേലുള്ള അവകാശത്തിലേക്ക്. ഹല്ലേലൂയ. ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നില്ലേ? ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ സ്വന്തം പ്ലാനിങ്ങോടെ മറികടക്കാമെന്ന് വിചാരിക്കുന്നില്ലേ? അങ്ങനെ വിചാരിക്കുന്നവരുടെ പേരാ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ജഡപ്രകാരം ജനിച്ചവൻ മാനുഷിക പ്ലാനിങ്ങോടെ ജനിച്ചവനാ. സാറ ചെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ദാസിയെ നിനക്ക് തരാം. ഇപ്പോഴുള്ള വിഷമത്തിൽ നിന്ന് മാറുവാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉപായം പറഞ്ഞു തരാം. ഈ വിദ്യ പ്രയോഗിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ തടസ്സം മാറിക്കിട്ടുമെന്ന് മാനുഷികമായ പ്ലാനിങ്ങോടെ അബ്രഹാമിനോട് പറഞ്ഞുണ്ടായ പുത്രനാ. ഹല്ലേലൂയ. ദാസിയുടെ പുത്രൻ. അത് മാനുഷിക പ്ലാനിങ്ങോടെ വന്നതാ. എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ, പ്രതികൂലങ്ങൾ, തടസ്സങ്ങൾ, ഹല്ലേലൂയ, മാനുഷിക പ്ലാൻ കൊണ്ട് തീർക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അയ്യോ തെറ്റിപ്പോയി, അത് തീർക്കുവാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനെ ഉപദ്രവിച്ചുവെന്ന് നാളെ നിനക്ക് ഇതൊരു കണിയായി മാറുമെന്ന്. നിന്റെ മാനുഷിക പ്ലാനിങ്, നീ മാനുഷികമായി ചിന്തിക്കുന്ന ചിന്തകൾ നാളെ നിനക്കൊരു കണിയായി മാറാതിരിക്കാൻ, ഹല്ലേലൂയ, ജഡത്തിന്റെ പ്രവർത്തികൾക്കല്ല പ്രാധാന്യം കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മാനുഷികമായ പ്ലാനിങ് അല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടണം, അധികാരം വെളിപ്പെടണം. അധികാരം വെളിപ്പെടണമെങ്കിൽ തോട്ടത്തിൽ വിശ്വസ്തയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിന്തിക്കരുത്. മാനുഷികമായി എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. അയ്യോ കുഞ്ഞ്, പറ്റില്ല. മാനുഷികമായി, ഹല്ലേലൂയ, എന്റെ ജോലിയിൽ പ്രശ്നം കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. നീ ശിശുവാ, നിന്നെ കൊണ്ട് പറ്റില്ല. മാനുഷികമായി എന്റെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. കഴിയില്ല. നീ വീണ്ടും അടിമത്തത്തിൽ തന്നെയാ, നീ വീണ്ടും ദാസ്യത്തിൽ തന്നെയാ. അല്ല, അവിടെ എടുക്കേണ്ടത് ഒരു സ്പിരിച്വൽ ഡിസിഷനാ, ഒരു ആത്മീക തീരുമാനം എടുക്കണം. എന്നെ ഏൽപ്പിച്ചത്, എന്നെ തിരഞ്ഞെടുത്തത് തോട്ടത്തിന് വേണ്ടിയിട്ടാ. നിന്നെ തിരഞ്ഞെടുത്തത് ഭൂമിയിൽ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ മനുഷ്യൻ തിരഞ്ഞെടുത്തത് ഭൂമിയിൽ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടാ. ഭൂമിയെ വാഴാൻ വേണ്ടി തിരഞ്ഞെടുത്ത മനുഷ്യൻ ഭൂമിയിൽ മുള്ളും പുറക്കാരെയും ശാപവും മുളപ്പിക്കുന്ന മണ്ണിൽ അടിമപ്പണി ചെയ്യാൻ താല്പര്യപ്പെട്ടു. മനുഷ്യന്റെ താല്പര്യം അതാ. അവൻ മാനുഷികമായി തന്റെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു. പക്ഷേ സഹോദര, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജകീയമായ അപ്പന്റെ സമ്പത്തിന് സകലതും അവകാശമുള്ള ഒരു മകനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവൻ ഏതൻ തോട്ടം എന്നൊരു തോട്ടം ഭൂമിയിൽ ഉണ്ടാക്കി നിന്നെ അവിടെ വെച്ച് അത് കാപ്പാനും അതിൽ വേല ചെയ്യുവാനും നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ജോലി വിശ്വസ്തയോടെ ചെയ്യുമ്പോ ഭൂമിയുടെ മേൽ വാഴാൻ, നിന്റെ ജോലിയുടെ മേൽ അധികാരം എടുക്കാൻ, നിന്റെ ജോലിയുടെ മേൽ അധികാരം നിന്റെ സുപ്പീരിയറിനല്ല. ഹല്ലേലൂയ. നിന്റെ ജോലിയുടെ മേൽ അധികാരം നിന്റെ കമ്പനിക്കല്ല. നിന്റെ സമ്പത്തിന്റെ മേൽ അധികാരം നിനക്ക് സാധനം തരുന്നവനല്ല. നിന്റെ ലോണിന്റെ മേൽ അധികാരം നിന്റെ ബാങ്കിനല്ല. അതിന്റെ മേലെല്ലാം അധികാരം നിനക്കാം. അതിന്റെ മേലെല്ലാം അധികാരം ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഉപയോഗിക്കാൻ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു ദൂത് കൈമാറുക. നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മേൽ കടന്നു കയറാനുള്ള ഈ അവകാശവും അധികാരവും മക്കളെന്ന നിലയിൽ പകർന്നു തരപ്പെട്ടത് നിന്റെ മേല. ആ അഭിഷേകം നിന്റെ മേല, ആ അധികാരം നിന്റെ മേല, ആ അനോയിന്റിങ് നിന്റെ മേല. ആമേൻ. ഇപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങോട്ട് പോകാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ കഴിയാതെ, പാലിന് വേണ്ടി കരയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുഞ്ഞേ, കുഞ്ഞേ, ഹല്ലേലൂയ, ഒരു സമർപ്പണം നിന്നിൽ നിന്ന് അത്യാവശ്യമാണ്. ഒരു സമർപ്പണം നിന്നിൽ നിന്ന് അത്യാവശ്യമാണ്. എന്ന് വൈകിയ വേളയിൽ ഹല്ലേലൂയ, തോട്ടത്തോടൊരു സമർപ്പണം, ഏറ്റെടുത്ത ജോലിയോട്, വിളിച്ച ജോലിയോട്, വിളിച്ച വിളിയോട്. ദൈവം നിന്നെ ഒരു കാലത്ത് വിളിച്ചില്ലേ? തോട്ടത്തിലേക്ക് വിളിച്ചില്ലേ? നിന്റെ ഉപജീവനവും നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ആ വിളിയിൽ നിന്നും നിന്നെ മാറ്റിക്കളഞ്ഞില്ലേ? നാശത്തിന്റെ ലോകത്തിൽ പണിയെടുക്കാൻ നീ തീരുമാനിച്ചില്ലേ? ഒരു മടങ്ങി വരവ്, ഒരു മടങ്ങി വരവ് ഈ നാശത്തിന്റെ ലോകത്തിൽ. ഹല്ലേലൂയ. നിന്റെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി അത് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നീ വാഴാൻ നിനക്ക് തന്ന ലോകത്തിൽ, ഈ വാഴാൻ നിനക്ക് തന്ന ഭൂമിയിൽ ഒരടിമയെ പോലെ, ഒരടിമയെ പോലെ, ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുന്ന ഒരടിമയെ പോലെ പണിയെടുക്കുവാൻ ആരോ നിന്നെ അയച്ചതുപോലെ അടിമത്തത്തിന് കീഴല്ല നീ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ല കുഞ്ഞെ, അതല്ല നിന്നെ കുറിച്ചുള്ള വിളി. വിശ്വസിക്കുന്നോ? അതല്ല എന്നെ കുറിച്ചുള്ള വിളി. ഒരടിമയെ പോലെ ആർക്കോ വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ഹല്ലേലൂയ, ഈ ലോകത്തിൽ പണിയെടുത്ത് ജീവിതം ഒരു സീറോ ആക്കി കളയാനല്ല കുഞ്ഞെ നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ വിളിച്ചിരിക്കുന്ന വിളി തോട്ടത്തിൽ പണിയെടുക്കാൻ, തോട്ടത്തിനു വേണ്ടി. ആമേൻ. കർത്താവിന് വേണ്ടി പ്രകാശിക്കാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അധികാരം ദൈവം അങ്ങോട്ട് തരും, അധികാരം ദൈവം അങ്ങോട്ട് തരും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾക്ക്, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക്, നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക്, ഹല്ലേലൂയ, ഇനി സങ്കടമുണ്ടാകാതെ വണ്ണം വഴി തുറക്കാനുള്ള ഈ അധികാരം ദൈവം കൈമാറും. മോശയോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു. ചെങ്കടന്റെ മുന്നിൽ എന്തിനാ മോശ നീ നിലവിളിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? മുന്നോട്ട് പോകാൻ ജനത്തോട് കൽപ്പിക്കാം. അധികാരം കയ്യിലിരിക്കുന്നവൻ ചെങ്കടന്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കുക, ഒരു കുഞ്ഞിനെ പോലെ നിലവിളിക്കുക. കർത്താവ് പറയുക, നീ എന്തിനാ നിലവിളിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? ഇന്ന് വൈകിയ വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുക, നിനക്ക് മുമ്പോട്ട് കടക്കാൻ കഴിയാത്ത വഴിയിൽ നീ എന്തിനാ നിലവിളിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? നീ നിന്റെ ജനത്തോട് പറക, മുമ്പോട്ട് പോകാൻ പറക. ആമേൻ. ചെങ്കടലിന്റെ മേലുള്ള അധികാരം നിന്നെ വാഗ്ദത്തത്തിലേക്ക് വിടുകയില്ലെന്ന് കരുതി നിന്നെ തടഞ്ഞു നിൽക്കുന്ന ചെങ്കടലിന്റെ മേലുള്ള ഈ അധികാരം എന്ന് വൈകി വേളയിൽ ദൈവം ട്രാൻസ്ഫർ ചെയ്ത് തരിക. നിന്റെ യാഗം നോക്കി, നിന്റെ യാഗം നോക്കി, നിന്റെ യാഗത്തെ സമർപ്പണം നോക്കി ദൈവം കൈമാറുക. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കും? എത്ര പേർ റിസീവ് ചെയ്യും? ഹല്ലേലൂയ. ആര് റിസീവ് ചെയ്യും? ഹല്ലേലൂയ. ദൈവം എന്റെ വലിയ അധികാരം പകർന്നിരിക്കുന്ന, ഈ നശിക്കുന്ന ശാപം മുളപ്പിക്കുന്ന ഈ ഭൂമിയിൽ എന്റെ ജീവിതം ഹോമിപ്പാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ മകനായി, 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 മകനായി ജീവിപ്പാൻ, അവകാശങ്ങൾ അനുഭവിപ്പാൻ. 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് കറങ്ങുന്ന ഒരു ജീവിതമല്ലേ സഹോദര നിന്റേത്? ഒരു ചെയറിനുള്ളിൽ ഇരുന്ന് തള്ളി നീക്കുന്ന ജീവിതമല്ല സഹോദരി നിന്റേത്. ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്ന് കറങ്ങി, ഒരു നഴ്സിംഗ് ഹോമിന്റെ ചുറ്റും കിടന്ന് കറങ്ങി, അതിന്റെ അകത്തളത്തിൽ കിടന്ന് കറങ്ങി തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. അതല്ല ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അധികാരം ഏറ്റെടുത്തേ, കർത്താവേ, ഞാൻ പാല് കുടിച്ച് ജീവിക്കാൻ വേണ്ടല്ല, സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കാൻ വേണ്ടല്ല നീ എന്നെ വിളിച്ചിരിക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത 4 ചുവരുകൾ, അതിലെനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട്, എനിക്കറിയാം. എനിക്ക് ടോയ്സ് ഉണ്ട്, എനിക്ക് ഫുഡ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം, എന്റെ മനസ്സിന് സന്തോഷം, എന്റെ ഭാവി, എന്റെ തലമുറയുടെ ഭാവി, ഇതൊക്കെ അനിശ്ചിതത്വത്തിലാ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കർത്താവേ. അപ്പാ എന്നെ അതിൽ നിന്നൊന്ന് പുറത്ത് കിടത്തണം. ഒന്ന് മാറോട് ചേർക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, മാറോട് ചേർക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ AK സെന്ററിലേക്ക് കടന്നു വന്ന് വിളിച്ച് തോളത്തെടുത്ത് കണ്ണുനീർ തുടച്ച് മാറോട് ചേർത്ത്, നീ എൻ്റെ മകനാ, നീ എൻ്റെ മകളാ, എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളതാ, എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളതാ, എൻ്റെ സകല സമ്പാദ്യവും
നിനക്കുള്ളതാ കുഞ്ഞെ. നീ ജോലിയെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ചത് ഞാനാ. അത് നിന്റെ മേൽ അധികാരം നടത്താനല്ല ആ ജോലി, നീ അതിന്റെ മേൽ അധികാരം നടത്താനാ. നീ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നിന്റെ മേൽ അധികാരം നടത്താനല്ല, നീ അതിന്റെ മേൽ അധികാരം നടത്തണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സമർപ്പിച്ചേ. ഒരു നന്മ വെളിപ്പെടട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടാതിരുന്നൊരു നന്മ ഇത് വൈകിവിടെ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ആമേൻ.